ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിമ്മൂസ് വേൾഡ്. ഇന്ന് ഞാനൊരു കണ്ണൂർ സ്പെഷ്യൽ ഐറ്റമായ കക്കറോട്ടി അല്ലെങ്കിൽ കുഞ്ഞി ഒറോട്ടീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇത് നമ്മുടെ നാട്ടിലെ ഒരു കോമൺ ആയിട്ടുള്ളതും വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണം. എല്ലാവർക്കും നന്നായി ഇഷ്ടമാകും. അത്രയും ടേസ്റ്റിയാണ്. ശരിക്കും വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡിഷാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടത് 2 പാർട്ടായിട്ടാണ്. ഒന്ന് വറുത്തരച്ച ബീഫ് കറിയും പിന്നെ അരിയുമാണ് ഇതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടത്. അപ്പം നമുക്ക് അരി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. റൈസ് പൗഡർ, വൈറ്റ് റൈസ്, ഓനിയൻ, സ്മോൾ ജീരകം, ഗ്രേറ്റഡ് കോക്കനട്ട്, സോൾട്ട്. അപ്പോൾ ഫസ്റ്റ് കുറച്ച് പച്ചരി, ഒരു 1/4 കപ്പ് പച്ചരി കുതിർത്ത് വെച്ചത് വെള്ളത്തിൽ ഒരു 2-3 മണിക്കൂർ. അത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഒരു ഉള്ളി ഒന്ന് മുറിച്ചിടുക. പിന്നെ ഒരു 1/2 കപ്പ് കോക്കനട്ട്, ഗ്രേറ്റഡ് കോക്കനട്ട്, പിന്നെ ചെറിയ ജീരകം ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ഉപ്പും. അത് നന്നായി മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് അരച്ചതിന് ശേഷം ഒരു 1.5 കപ്പ് അരി, പൊടിച്ച അരി, പത്തിരിപ്പൊടിയാണിത്. അതിലേക്കിനി ഈ അരച്ച് വെച്ച കൂട്ടൊഴിക്കുക. എന്നിട്ട് നന്നായി കുഴക്കുക. നന്നായി മിക്സായി ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ വീണ്ടും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ഇതുപോലെ ആവുന്നത് വരെ നന്നായി കുഴച്ചെടുക്കുക. നമ്മുടെ അരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് വറുത്തരച്ച ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, വേണ്ടത് 2 മീഡിയം സൈസിലുള്ള ഉള്ളി, ഒരു വലിയ സൈസ് തക്കാളി, കുറച്ച് വെളുത്തുള്ളി ഇലകൾ, കറി ലീവ്സും മല്ലിയിലയും കുറച്ച്, ഒരു വലിയ പീസ് ഇഞ്ചിയും 2 പച്ചമുളകും. ഇനി ഉള്ളിയും തക്കാളിയും കൂടി കട്ട് ചെയ്ത് വെക്കുക. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓണാക്കി കുക്കറിലോട്ട് 2 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക. ഇനി അതിലേക്ക് ഉള്ളി ഇടുക. ഉള്ളി ഒന്ന് ചെറുതായി ഒന്ന് വാടി വരുമ്പോഴേക്കും കട്ട് ചെയ്ത് വെച്ച് തക്കാളി ഇടുക. ഓക്കെ, ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി തക്കാളി ഇടുക. ഇനി അതിലേക്ക് ഞങ്ങൾ അരച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും അതും കൂടി ഇടുക. ഒന്ന് നന്നായി മിക്സ് ആയതിനു ശേഷം മസാലപ്പൊടികൾ ഇടുക. അതായത് 2 ടീസ്പൂൺ ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നന്നായി എല്ലാം ഒന്ന് മിക്സ് ആയതിന് ശേഷം നമ്മുടെ ബീഫ് ഇടുക. അതിലേക്ക് ഒന്ന് മിക്സ് ആക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കർ വിസിലിട്ട് വെക്കുക. അടുത്തത് വെക്കാൻ ഒരു ചീനച്ചട്ടിയിൽ 1 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് വലിയ ജീരകം ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങയും അതിട്ട് നന്നായി വറുത്തെടുക്കുക. ഈ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായി വറുക്കുക. ചെറിയ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കുക. ഓക്കെ, അരച്ചു. ഇനി നമ്മൾ റെഡിയായ ബീഫ് കറിയിലേക്ക് ഒഴിക്കുക. ഇനി അത് നന്നായിട്ട് ഒന്ന് കുക്കാവുക. ഈ എടുത്തു വെച്ച ഇലകളൊക്കെ ഇടുക. മല്ലിയിലയും കറിവേപ്പിലയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും എല്ലാം കൂടി നന്നായിട്ട് കുക്കായിക്കോട്ടെ. ഏകദേശം നമ്മുടെ ബീഫ് കറി റെഡിയായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അരി എങ്ങനെയാണ് കക്കറോട്ടിക്ക് വേണ്ടി
ചെയ്യുന്നത് നോക്കാം. കയ്യിൽ കുറച്ച് എണ്ണയാക്കി കുറച്ച് കുറച്ചായി എടുത്ത് ഇതുപോലെ ചെയ്ത് വെക്കുക. ഇതുപോലെ ചെയ്യുക. ഞാനിവിടെ സാധാരണ ഇലയിലാണ് ഉണ്ടാക്കാറ്. ഇവിടെ ഇലയില്ലാത്തതുകൊണ്ട് ഞാൻ അലൂമിനിയം ഫോയിലാണ് ഇതാക്കി വെച്ചിട്ടുള്ളത്. ഇതിനി നമ്മുടെ ആവി ചെമ്പില്ലേ, അതിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചൂടായതിന് ശേഷം ഇത് അതിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. നിമ്മൂസും എൻ്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണിത്. അതുകൊണ്ട് കൂടെ തന്നെ ഉണ്ടാക്കാനും വരും. ഏകദേശം നമുക്ക് ഒരു പ്രാവശ്യം വെക്കേണ്ടത് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അരി. ഓക്കെ, ആവിച്ചെമ്പിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായതിന് ശേഷം ഇത് വെക്കുക. ഇതൊരു 20 മിനിറ്റ് മതിയാവും ഒന്ന് റെഡിയാവാൻ. ഓക്കെ, ഇത് കുക്കായിട്ടുണ്ട് ഏകദേശം. ഓക്കെ, റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ കക്കറോട്ടിൻ്റെ അരി റെഡിയായി. സോറി, അരിയല്ല, അതിൻ്റെ ഒറോട്ടി റെഡിയായി. ഓക്കെ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഒന്ന് അതിൻ്റെ ചൂടാറാൻ വെക്കുക. ഞങ്ങൾ നേരത്തെ റെഡിയാക്കി വെച്ച ബീഫ് കറി ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ആവശ്യത്തിന് കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഓക്കെ, ഇതിനി ഗ്യാസിൽ ആ കറി ഒന്ന് ഗ്യാസിൽ വെച്ച് ഓണാക്കി, എന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കി വെച്ച ആ ഒറോട്ടി അതിലേക്കിടുക. കറി വേണ്ടത്ര നോക്കിയിട്ട് ഒഴിക്കുക, എത്ര വേണ്ടി വരും എന്നുള്ളത്. ഇനി അത് നന്നായി ഒന്ന് മിക്സാക്കുക. എല്ലാവിടെയും അത് കറി ആവണം. ഓക്കെ, നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഫ്ലെയിം സിമ്മിലാക്കി വെക്കുക. എല്ലാവിടെയും കറിയാവുന്നത് വരെ മിക്സാക്കി ഇനി അതൊന്ന് വറ്റി കുറച്ചൊന്ന് ഡ്രൈ ആയി വരുന്നവരെ ഗ്യാസ് ഓണാക്കി വെക്കുക. സിമ്മിലാക്കി ഒന്ന് അടച്ച് വെച്ച് അതൊന്ന് ആ കറിയൊന്ന് വറ്റി വരുന്നത് വരെ ഓക്കെ. ഇപ്പം തന്നെ തിന്നാൻ തോന്നുന്നില്ലേ? സിമ്മിൽ വയ്ക്കുക, കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ. ഞങ്ങളുടെ കക്കറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടമായത്. ഒരിക്കൽ തിന്നാൽ വീണ്ടും തിന്നാനും തോന്നും, അത്രയും ടേസ്റ്റിയാണിത്. ഇത് വേണേൽ ചിക്കൻ കറിയിലും ഉണ്ടാക്കാം, പക്ഷേ ബീഫ് കറിയിൽ ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റിയും തോന്നുന്നത്.
അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. Subscribe the channel. Thank you for watching my channel.